മുഅ്മിനീങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മാഇദ അതിൻ്റെ അവസാന ഭാഗമാണ്. 112, 116, 117 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ രണ്ട് ആയത്തുകളിലെ പരാമർശം നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ തിരുമുറ്റത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയുമാണ് ഈ രണ്ട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2-3 ദിവസത്തിന് മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി, പ്രവാചകന്മാരോട് അള്ളാഹു പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പ്രവാചകന്മാരോട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, എന്ത് മറുപടിയാണ് ആ ജനങ്ങൾ നിങ്ങൾ പ്രബോധനം ചെയ്തപ്പോൾ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് അവർ നൽകിയത് എന്ന് പ്രവാചകന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഇതേപോലെ തന്നെ ഓരോ പ്രവാചകന്മാരോടുമുള്ളൊരു ചോദ്യമുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ചോദ്യമാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആയി കഴിഞ്ഞാൽ അഥവാ അന്ത്യദിനം സംഭവിച്ചു കഴിഞ്ഞാൽ, ദഅാ ബിൽ അംബിയാഇ വ ഉമമിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാരെയും അവരുടെ സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കും വിചാരണയ്ക്ക് വേണ്ടി. ഓരോ നബിയെയും വിളിക്കും, ആ നബിയുടെ സമുദായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. എന്നിട്ട് പിന്നീട് യുദ്ആ ബി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കും. എന്നിട്ട് ഫയദ്കുറുല്ലാഹു നിഅമതഹു അലൈഹി, അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെയ്തു കൊടുത്ത നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തും. നേരത്തെ നമ്മൾ കേട്ടല്ലോ, ആ നിഅമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തും. ഫയുഖറ ബിഹാ, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതെല്ലാം സമ്മതിക്കും, ചെയ്തു കൊടുത്ത എല്ലാ നിഅമത്തുകളും സമ്മതിക്കും. അതിനുശേഷം അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, വഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇബ്ന മറിയം, ഏ മറിയമിന്റെ പുത്രനായ ഈസാ, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നീ ജനങ്ങളോട്, താങ്കൾ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ മാതാവിനെയും ഇലാഹ് ആക്കണമെന്നാണോ, ദൈവമാക്കണമെന്നാണോ നീ ജനങ്ങളോട് പറഞ്ഞത്? അള്ളാഹ്ക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. എങ്കിലും അള്ളാഹു ചോദിക്കുകയാണ്, അഅന്ത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞുവോ, ഇത്തഖദൂനി, എന്നെയും ഉമ്മിയ, എന്റെ ഉമ്മയെയും അഥവാ മറിയമിനെയും, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളായി ഇലാഹുകളാക്കണം എന്ന് നീ പറഞ്ഞുവോ? ഉടനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയും, ഖാല സുബ്ഹാനക, ഈസാ നബിയുടെ മറുപടി വരുന്നു, സുബ്ഹാനക, നീ എത്ര പരമപരിശുദ്ധൻ, നീ എത്ര പരമപരിശുദ്ധൻ. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം, എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക? എനിക്കത് പറയാൻ യാതൊരു അർഹതയുമില്ല, പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഈ അല്ലാഹ് ഞാൻ എങ്ങനെയാ പറയുക? ഞാൻ എങ്ങനെയാ പറയുക?
ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, അങ്ങനെ എന്നാണ് എന്റെ ജനത്തിനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞു കാണുമല്ലോ അല്ലാഹ്. നീ അത് അറിഞ്ഞു കാണുമല്ലോ അല്ലാഹ്. ഞാൻ എങ്ങനെങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞു കാണുമല്ലോ അല്ലാഹ്. തഅലമു മാ ഫീ നഫ്സി, എന്റെ ഉള്ളിലുള്ളത് നീ അറിയുന്നവനാണ്. പക്ഷേ വലാ അഅലമു മാ ഫീ നഫ്സി, നിന്റെ ഉള്ളിലുള്ളത് എനിക്കറിയാൻ കഴിയില്ലല്ലോ. ഈസാ നബിയുടെ മറുപടിയാണ്, ഏ അല്ലാഹ്, എന്റെ ഉള്ളിലുള്ളത്, എന്റെ ഹൃദയത്തിലുള്ളത് നിനക്കറിയാമല്ലോ അല്ലാഹ്. പക്ഷേ നിന്റെ ഹൃദയത്തിലുള്ളത്, നിന്നിലുള്ളത് അല്ലാഹുവേ എനിക്കറിയുകയില്ലല്ലോ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് പോലും നന്നായി അറിയുന്നവൻ നീ മാത്രമാണല്ലോ അല്ലാഹ്. അഥവാ അദൃശ്യമായ, കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത, ദൃശ്യമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാണല്ലോ അല്ലാഹ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബി, ഏ അല്ലാഹ്, നീ എന്നോട് എന്ത് കൽപ്പിച്ചുവോ അതല്ലാതെ ഞാൻ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ്, ഏ അല്ലാഹ്, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് അതല്ലാതെ ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല. നീ എന്നോട് പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നാണ് നീ എന്നോട് പറയാൻ കൽപ്പിച്ചത്. ഏ അല്ലാഹ്, ഞാനത് മാത്രമാണ് പറഞ്ഞത്. എന്റെയും റബ്ബ്, നിങ്ങളുടെയും റബ്ബ്, എന്റെയും രക്ഷിതാവ്, ഏ ജനങ്ങളെ, നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അല്ലാഹ് വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അള്ളാഹുവേ, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലത്തോളം, അഥവാ ഞാൻ അവരിൽ ജീവിച്ചിരുന്ന കാലത്തോളം എല്ലാറ്റിനും സാക്ഷി ഞാനായിരുന്നു. എല്ലാത്തിനും സാക്ഷി ഞാനുണ്ടായിരുന്നല്ലോ അവരുടെ കൂട്ടത്തിൽ. ഫലമ്മാ തവഫൈതനീ, നീ എന്നെ നിന്റെ അടുക്കലേക്ക് ഉയർത്തി കഴിഞ്ഞപ്പോ, കുന്ത അന്ത റഖീബ അലൈഹിം, പിന്നീട് നീയാണല്ലോ അല്ലാഹ് അവരുടെ നിരീക്ഷകനായി നീ ഉണ്ടായിരുന്നല്ലോ. എന്നെ നീ ആകാശത്തിലേക്ക് ഉയർത്തി. ആ ഉയർത്തിയതിനു ശേഷം എന്റെ ജനത എന്താണോ തീരുമാനിച്ചത്, എന്താണോ പറഞ്ഞത്, എന്താണോ ആരാധിച്ചത്, എന്താണോ എന്നോ അവരുടെ പ്രവൃത്തി, ഇതെല്ലാം നീ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാനമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, ഏ അല്ലാഹ്, നീ ഈ ജനതയെ, എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ജനതയെ നീ ശിക്ഷിക്കുകയാണ് എങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്. നിനക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. വഇൻ തഗ്ഫിർ ലഹും, ഇനി അതല്ല, നീ അവർ ചെയ്തു പോയ കടുത്ത പാതുകത്തെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അങ്ങേയറ്റത്തെ ഉന്നതനും മഹോന്നതനുമാണ് അല്ലാഹ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. നോക്കണം, എത്ര ലളിതമായിട്ടാണ്, എത്ര സാരസമ്പൂർണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിലെ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിചാരണയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയും എത്ര ഹൃദ്യമായിട്ടാണ് നമ്മൾക്ക് അല്ലാഹു ഓതി തന്നിരിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനത്തെ വാക്ക് ഹൃദയസ്പർശിയായ ഒരു വാക്കാണ്. എന്താണത്? വഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, ഈ അല്ലാഹ്, എന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ജനങ്ങൾ, എന്റെ ഈ സമുദായം, എന്റെ ഈ ഉമ്മത്ത്, ആ ഉമ്മത്തിനെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ വാചകത്തിന്
ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ശഫാഅത്തുണ്ട് എന്നാണ്, അള്ളാഹുവിനോടുള്ള ശുപാർശയുണ്ട് എന്നാണ്. അല്ലാഹ് ഇവർ തെറ്റ് ചെയ്തു പോയി, പക്ഷെ എങ്കിലും നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഇവർ നിന്റെ അടിമകളാണ്, നിന്റെ അടിയാറുകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. പക്ഷെ പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീ എത്ര വലിയ ഉന്നതനാണ്, നീ എത്ര മഹോന്നതനാണ്. പ്രിയമുള്ളവരെ, ഹദീസിൽ കാണാൻ കഴിയും, ഇമാം അഹ്മദ് അവരുടെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം, ഒരിക്കൽ ഖാല സല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഉറങ്ങല്ലേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുകയാണ്. ഫർദ് സുബഹ് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് രാത്രിയിൽ നിസ്കരിക്കുകയാണ്. ഫഖറഅ ബി ആയത്തിൻ, ഈ ഒരൊറ്റ ഒരായത്ത് ഓതിയ നിസ്കാരം. ഏതായത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ഒരൊറ്റ ആയത്ത് മടക്കി ഓതി റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ? ഹത്താ അസ്ബഹ, സുബഹിയുടെ ബാങ്കിന്റെ സമയം വരെ, സുബഹിയുടെ ബാങ്കിന്റെ സമയം വരെ ഈ ഒരൊറ്റ ആയത്ത് മടക്കി ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ഇതിനിടയിൽ റുകൂഉ ചെയ്തു, ഇതിനിടയിൽ സുജൂദ് ചെയ്തു. ഫഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഫലമ്മാ അസ്ബഹ, അങ്ങനെ പ്രഭാതമായി അഥവാ സുബഹിയായി, അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ സിൽതു തഖറഉ ഹാദിഹിൽ ആയ ഹത്താ അസ്ബഹത തർകഉ ബിഹാ വതസ്ജുദു ബിഹാ. നബിയേ, ഈ ഒരു ആയത്ത് മാത്രം ഓതിക്കൊണ്ട് അങ്ങ് ഈ സുബഹിയുടെ നേരം വരെ അങ്ങ് റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് നിസ്കരിച്ചല്ലോ, എന്താ കാരണം? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല, ഞാൻ എന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ചോദിച്ചു, എന്ത്? അശ്ശഫാഅത ലി ഉമ്മതി. കണ്ടോ, ആ ഒരൊറ്റ രാത്രിയിൽ ഈ ഒരൊറ്റ ആയത്ത് ഓതി സുബഹി വരെ നിസ്കരിച്ചു കൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താണ്? എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടിയുള്ള നാളത്തെ ശഫാഅത്താണ്, ശുപാർശയാണ് ഞാൻ ചോദിച്ചത്. ശുപാർശ, ശുപാർശ. അവരെ നരകത്തിൽ വിടല്ലേ, അവരെ സ്വർഗത്തിലേക്ക് വിട്ടേക്കണേ. ശഫാഅത്ത്, ശുപാർശ. ഈ ശഫാഅത്തിന് ഞാൻ ചോദിച്ചു, ഈ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടി. ഫഅഅ്താനീഹാ, എന്റെ റബ്ബ് അതെനിക്ക് നൽകുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈറനണിഞ്ഞ കണ്ണുകളോടെ ഇതുകൂടി ചേർത്ത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ലിമൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. നാളെ എന്റെ സമുദായത്തിന്റെ മുന്നിൽ അവർക്ക് ശഫാഅത്തിന് വേണ്ടി, ശുപാർശയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആർക്കാണ്? ലിമൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ശുപാർശ ചെയ്യുക. അവർക്ക് വേണ്ടിയാണ് എന്റെ ശഫാഅത്ത് അല്ലാഹ് സ്വീകരിക്കുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറയും. ഒറ്റ ആയത്ത് ഓതിയിട്ട് ഒരു രാത്രി മുഴുവനും നിന്ന് ഒറ്റ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങിച്ച ഉത്തരമാണ് എന്ത്? ഉറക്കെ പറയും. എന്ത്? ശഫാഅത്ത് റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്. അല്ലാഹു നമ്മളെല്ലാവരെയും ആ ശഫാഅത്തിന്റെ കൊടിക്കീഴിൽ അർഹരാക്കി തീർക്കുമാറാകട്ടെ. മനസ്സിലായോ?
أعوذ بالله من الشيطان الرجيم. بسم الله